Hi all, XandY Learning, the Hindu newspaper-മായി കൊളാബ് ചെയ്ത് നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ സ്കോളർഷിപ്പ് എക്സാമാണ് NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാണ് എക്സാം, അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ സിലബസ് ആണ് അതിലുണ്ടാവുക, അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എന്ത് ചെയ്യുക, നന്നായിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ 7ാം ക്ലാസ്സിലുള്ള മുഴുവൻ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്സാം എന്ന് പറയുന്നത് നവംബർ 1-നാണ് 2026 ഇതിൻ്റെ എഡിഷൻ. നവംബർ 1-നാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക. 60 മിനിറ്റ്സ് 1 അവർ എക്സാം ആണ്. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിൽ അതിൽ 40 ക്വസ്റ്റ്യനിൽ 16 ക്വസ്റ്റ്യൻസ് സയൻസ് പാർട്ടിൽ നിന്നായിരിക്കും. അതേപോലെ 16 ക്വസ്റ്റ്യൻസ് മാത്സ് ആയിരിക്കും, 8 ക്വസ്റ്റ്യൻസ് മാറ്റ് ആയിരിക്കും, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് കൂടിയായിരിക്കും. അപ്പോൾ ഇത് CBT ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഒറ്റത്തവണയേ എക്സാം ഉള്ളൂ. ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ആൻഡ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണെന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം സ്കൂൾ എക്സാമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. സ്കൂൾ എക്സാമിൽ നമ്മൾ റിട്ടൺ എക്സാം എഴുതിയിട്ടായിരിക്കും പരിചയം ഉണ്ടാവുക. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 4 മാർക്സ് ഉണ്ടാകും, ABCD ഓപ്ഷൻസ് ഉണ്ടാകും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാലോ അവിടെ മൈനസ് മാർക്ക് കൂടി ഉണ്ടാകും. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു NSMC എക്സാമിനെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. കേരളത്തിന് പുറമെ ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള സ്ഥലത്തൊക്കെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ XandY ലേണിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സയൻസ് പാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ചാപ്റ്റേഴ്സും ടോപ്പിക്സുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ടായിട്ട് സിലബസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിന്നും ആസിഡ്, അതിൻ്റെ റിയാക്ഷൻസ്, അതേപോലെ തന്നെ ബേസസ്, ന്യൂട്രലൈസേഷൻ, ഇൻഡിക്കേറ്റേഴ്സ്, pH സ്കെയില്, ഇത്രയും ടോപ്പിക്സ് അതിൽ നിന്ന് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. അതേപോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് സർക്യൂട്ട്, ഇലക്ട്രിക് സിംബൽസ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിസം, ഇത്രയും ടോപ്പിക്സ് വരാം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചിൽ എന്താണ് ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, റസ്റ്റിംഗ്, റിയാക്ഷൻ ഓഫ് ലൈം വാട്ടർ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, വളരെ ചെറിയ ഒരു ചാപ്റ്റർ കൂടിയാണ് ഇതിലുണ്ടാവുക. തീർന്നിട്ടില്ല. സയൻസിൽ നിന്ന് ലൈറ്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷൻസ് ഉണ്ട്. ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റുകളെ കുറിച്ച്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്ലെയിൻ മിറർ, കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്, പിൻഹോൾ ക്യാമറ, ലോ ഓഫ് റിഫ്ലക്ഷൻ, സ്ഫെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്, ഇത്രയും ടോപ്പിക്സ് എന്തുണ്ട്, ലൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ, ഹീറ്റ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, തെർമൽ എക്സ്പാൻഷൻ, ഹോട്ട് ബോക്സ് ആൻഡ് ഐസ് ബോക്സ്, തെർമോമീറ്റേഴ്സ് ആൻഡ് റീഡിങ്സ്, കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്, ഇത്രയും പോർഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. ക്രോപ്പ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് മെത്തഡ് ഓഫ് plant reproduction, artificial vegetative propagation, hybridization, agricultural research centers, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റ് കൺട്രോൾ, യൂസ് ഓഫ് AI, ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും പോർഷൻസ് സയൻസിൽ നിന്ന് നമുക്കറിയാം. ഏകദേശം ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ ഓൾറെഡി 6th-ലും 7th-ലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ഇയർ നിന്നൊക്കെ വന്നിട്ടുള്ള ഏരിയകളിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡൈജഷനുമായി ബന്ധപ്പെട്ട് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ, ന്യൂട്രീഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്, ഡൈജഷൻ ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ചോദിക്കാം. ന്യൂട്രിയൻ എന്നുള്ള പാർട്ടിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അതേപോലെ തന്നെ പിന്നെ ഫൈബേഴ്സ് ആൻഡ് വാട്ടർ, ഡെഫിഷ്യൻസി ഓഫ് ഡിസീസസ്, ടെസ്റ്റ് ഫോർ ന്യൂട്രിയൻസ് ഒക്കെ ക്വസ്റ്റ്യൻ വരാം. മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റ്, പെർമനന്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്, അതേപോലെ മാഗ്നറ്റിക് മെറ്റീരിയൽ, പ്രോപ്പർട്ടീസ്, ഡീമാഗ്നറ്റൈസേഷൻ, ഇത്രയും ടോപ്പിക്സ് ഒക്കെയാണ് സയൻസ് പാർട്ടിൽ നിന്നും 16 ക്വസ്റ്റ്യനുകൾ ഇവിടുന്ന് എവിടെ വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇനി മാത്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം പോർഷനിൽ നിന്നും ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, റാഷണൽ നമ്പേഴ്സ്, ഓപ്പറേഷൻ
operations on natural numbers, factors and its properties, multiples and its properties, prime and composite numbers, HCF and LCM. അതൊക്കെയാണ് നമ്പർ സിസ്റ്റവുമായി റിലേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടുള്ളത്. ഇൻഡിജേഴ്സ് എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇൻഡിജർ, നമ്പർ ലൈന്, ഇൻഡിജർ ഓപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്, കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഡെസിമൽ എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കമ്പയറിംഗ് ഡെസിമൽ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഓഫ് ഡെസിമൽസ് ആൻഡ് ആപ്ലിക്കേഷൻ, ഡാറ്റ ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ട് മീന്, മീഡിയന്, മോഡൊക്കെ അറിയണം, ബാർ ഗ്രാഫ് ആൻഡ് പ്രോബബിലിറ്റിയെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. സിമ്പിൾ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് സോൾവിംഗ് ആൻഡ് ഇക്വേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്, സിമ്പിൾ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ലൈൻ ആൻഡ് ആംഗിൾസിൽ ലൈൻ എന്താണ്, സെഗ്മെന്റ്, റേ ആൻഡ് ആംഗിൾസ്, റിലേറ്റഡ് ആംഗിൾസ്, പെയർ ഓഫ് ലൈൻസ്, ആംഗിൾസ് മെയ്ഡ് ബൈ എ ട്രാൻസ്വേഴ്സൽ പാരലൽ ലൈൻസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ദെൻ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, മീഡിയൻസ് ആൻഡ് ഇറ്റ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾസ്, ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾസ്, ആംഗിൾ ആൻഡ് പ്രോപ്പർട്ടീസ്, സ്പെഷ്യൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റീസ്, അതേപോലെ പൈതഗോറസ് തിയറം അറിയണം. കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്നുള്ള ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്, പെർസെൻറ്റേജ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, അതേപോലെ പെരിമീറ്റർ ആൻഡ് ഏരിയ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, പാരലോഗ്രാം, സർക്കിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും 16 ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആയിടാ? 16 ക്വസ്റ്റ്യൻ സയൻസിൽ നിന്ന്, 16 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്ന്. ദെൻ മാറ്റ് ഉണ്ട്, മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകളിൽ മാറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അവിടുന്ന് നമുക്ക് ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻസ് വരും. അവിടെ വെർബൽ റീസണിങ്ങും നോൺ വെർബൽ റീസണിങ്ങും ഉള്ളത്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, നമ്പർ അനലോഗി, ലെറ്റർ അനലോഗി, വെർബൽ, നമ്പർ ക്ലാസിഫിക്കേഷൻ, ലെറ്റർ ക്ലാസിഫിക്കേഷൻ, വെർബൽ ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതേപോലെ തന്നെ ആൽഫബറ്റ് ടെസ്റ്റ്, ഡയറക്ഷൻ സെൻസ്, ബ്ലഡ് റിലേഷൻസ്, ക്ലോക്ക്, കലണ്ടർ, റാങ്കിങ് ആൻഡ് ഓർഡർ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ തിയറീസ് അല്ല നമുക്ക് അറിയേണ്ടത്, നേരെ മറിച്ച് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ നമ്മുടെ ലോജിക്സ് ഉപയോഗിച്ചുകൊണ്ട്, പിക്ചേഴ്സൊക്കെ വെച്ചുകൊണ്ട്, നമ്പേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. ഓക്കെ, അപ്പോൾ ലോജിക്കൽ റീസണിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ വെർബൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് സീരീസ്, അനലോഗി, ക്ലാസിഫിക്കേഷന്, മിറർ ഇമേജസ്, വാട്ടർ ഇമേജസ്, ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ്, എംബഡഡ് ഫിഗേഴ്സ്, ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ്, മിസ്സിംഗ് ക്യാരക്ടേഴ്സ്, ഇത്രയും ടോപ്പിക്സ് വരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിചാരിക്കണ്ടാവും ഇതൊക്കെ എവിടുന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുക? XandY Learningന്റെ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അടക്കമുള്ള ക്ലാസ്സസ് കാര്യങ്ങൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും വരും. ഇനി നിങ്ങൾക്ക് NSMCയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് എക്സാംസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ടെസ്റ്റുകളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ NSMCയുടെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് അറിയാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ടോപ്പിക്സുകളായിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ മറക്കരുത്. ഓൾറെഡി നമ്മൾ അതിൻ്റെ NSMCക്കുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. രജിസ്ട്രേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതേപോലെ തന്നെ അത് October 10th ക്ലോസ് ചെയ്യുന്നത്. എക്സാം November 1st പറഞ്ഞു. November 15th അതിൻ്റെ റിസൾട്ട് പബ്ലിഷിംഗ് ഉണ്ടാകും. അതേപോലെ തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, ഏകദേശം 2.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും 10 ലക്ഷത്തോളം രൂപയുടെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടോട്ടലായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ഈ ഒരു NSMC എന്ന് പറയുന്ന ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഫ്യൂച്ചർ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്യാഷ് പ്രൈസുകളും സ്കോളർഷിപ്പുകളും അവൈലബിൾ ആകുന്ന XandY Learningലെ NITiansഉം ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ കൂടെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കോഴ്സസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആകുന്ന ഈ ഒരു അവസരം എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു NSMC എക്സാം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, കേരളത്തിലെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള കുട്ടികളുടെ കൂടെ നമ്മൾ മത്സരിക്കുമ്പോൾ ഇംഗ്ലീഷ് മാത്രമാണ് ഇതിലുണ്ടാവുക കേട്ടോ. മലയാളം മീഡിയം, മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. മലയാളം മീഡിയക്കാർക്കൊക്കെ പങ്കെടുക്കാം, നോ പ്രോബ്ലം. സ്റ്റേറ്റ് സിലബസുകാർക്കും CBSEക്കാർക്കൊക്കെ എന്ത് ചെയ്യാം, പങ്കെടുക്കാം. നിങ്ങൾ ഏത് സിലബസ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അതിനാണ് നമ്മൾ അതിൽ നിന്ന് സിലബസ് കൊടുത്തിട്ടുള്ളത്. ആ സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക
തീർച്ചയായിട്ടും ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്ലാസ്സസൊക്കെ നമ്മുടെ ഒരു ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. സോ നമ്മുടെ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഒരു കേരള ലെവലിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, എത്രാം റാങ്കാണ് നമുക്കുണ്ടാവുക, അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു സ്വയം തിരിച്ചറിയൽ കൂടി NSMC എക്സാമിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ സയൻസ് ഇഷ്ടപ്പെടുന്ന, മാത്സ് ഇഷ്ടപ്പെടുന്ന, മാറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിലും NSMCയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഈ ഒരു എക്സാം നമുക്കൊരു പുതിയ വഴിത്തിരിവാകട്ടെ എന്ന് ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. താങ്ക്